സാംസ് 150, സങ്കീർത്തനം 150 സങ്കീർത്തനങ്ങളാണ് വേദപുസ്തകത്തിലുള്ളത്. 150-ാം സങ്കീർത്തനം എന്ന് പറയുമ്പോൾ സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ അധ്യായമാണ്. വളരെ അനുഗ്രഹകരമായിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഒരു ചാപ്റ്ററാണ് 150-ാം സങ്കീർത്തനം. അത് മലയാളത്തിൽ വായിക്കാം, അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിലും വായിക്കാൻ ആഗ്രഹിക്കുന്നു. മലയാളത്തിൽ ഇങ്ങനെയാണ്: യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ സ്തുതിപ്പീൻ. ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ. അവൻ്റെ ബലമുള്ള ആകാശവിധാനത്തിൽ അവനെ സ്തുതിപ്പീൻ. അവൻ്റെ വീര്യപ്രവൃത്തികൾ നിമിത്തം അവനെ സ്തുതിപ്പീൻ. അവൻ്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം അവനെ സ്തുതിപ്പീൻ. കാഹളനാദത്തോടെ അവനെ സ്തുതിപ്പീൻ. വീണയോടും കിന്നരത്തോടും കൂടെ അവനെ സ്തുതിപ്പീൻ. തപ്പിനോടും നൃത്തത്തോടും കൂടെ അവനെ സ്തുതിപ്പീൻ. തന്ത്രിനാദത്തോടും കുഴലിനോടും കൂടെ അവനെ സ്തുതിപ്പീൻ. ഉച്ചനാദമുള്ള കൈത്താളത്തോടെ അവനെ സ്തുതിപ്പീൻ. അത്യുച്ഛനാദമുള്ള കൈത്താളത്തോടെ അവനെ സ്തുതിപ്പീൻ. ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പീൻ. അതിന് ഇംഗ്ലീഷിൽ 150-ാം സങ്കീർത്തനത്തിൽ 6 വാക്യങ്ങളാണ് ഈ ദൈവത്തെ സ്തുതിക്കുന്നതിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ കൂടെ വായിക്കുകയാണ്, ചിലർക്കത് പ്രയോജനപ്പെടും. അതുകൊണ്ട് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്: പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ഗോഡ് ഇൻ ഹിസ് സാങ്ച്വറി, പ്രൈസ് ഹിം ഇൻ ഹിസ് മൈറ്റി ഹെവൻ, പ്രൈസ് ഹിം ഫോർ ഹിസ് ആക്ട്സ് ഓഫ് പവർ, പ്രൈസ് ഹിം ഫോർ ഹിസ് സർപാസിംഗ് ഗ്രേറ്റ്നെസ്, പ്രൈസ് ഹിം വിത്ത് ദ സൗണ്ടിങ് ഓഫ് ദ ട്രംപറ്റ്സ്, praise him with the harp and the lyre, praise him with the tambourine and dancing, praise him with the strings and the flute, praise him with the clash of cymbals, praise him with the resounding cymbals. Let everything that has breath praise the Lord, praise the Lord. Everything that has breath praise the Lord. ജീവനുള്ളതൊക്കെയും ദൈവത്തെ സ്തുതിക്കട്ടെ. എപ്പോഴാണ് സ്തുതിക്കേണ്ടത്? എപ്പോഴും സ്തുതിക്കുന്നത്. എപ്പോഴും സ്തുതിക്കാൻ എങ്ങനെ വെക്കുന്നത്? ദൈവവുമായിട്ടുള്ള ഉറ്റബന്ധത്തിൽ അവൻ്റെ അനുഗ്രഹങ്ങളും സ്നേഹവും അവൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർക്ക് അവനെ സ്തുതിക്കാതിരിക്കാനൊക്കത്തില്ല. ഇത് ആത്മീക തലമാണ് ഞാൻ സംസാരിക്കുന്നത്. 150-ാം സങ്കീർത്തനമായപ്പോഴത്തേക്ക് സങ്കീർത്തനങ്ങളുടെ ഒരു പരമ്പര, അതായത് സങ്കടത്തിലും സന്തോഷത്തിലും ദുഃഖത്തിലും വിലാപത്തിലും ഒക്കെ ഒന്നിച്ച് സങ്കടത്തോടും സന്തോഷത്തോടും പരാതിയോടും കൂടെ കടന്നു വന്ന് 150 സങ്കീർത്തനം കഴിഞ്ഞപ്പോൾ അൾട്ടിമേറ്റുമായിട്ട് 150-ൽ പറയുന്നത് യഹോവയെ സ്തുതിപ്പീൻ. എന്തിനൊക്കെയാണെന്ന് പിന്നെ പറയുന്നത്, എങ്ങനെ സ്തുതിക്കണം, വളരെ വ്യക്തമായിട്ട് സ്തുതിക്കുന്നതിന്. സ്തുതികളിന്മേൽ വസിക്കുന്നവൻ, ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവൻ. ദൈവത്തെ സ്തുതിക്കുക. എങ്ങനെ പോയാലും ദൈവത്തെ സ്തുതിക്കണം എന്നൊരാത്മാവ് നമ്മളെ വരണമെങ്കിൽ നമ്മൾ ദൈവത്തെ അതുപോലെ അടുത്ത് സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ് അത് കടന്നു വരുന്നത്. അത് വലിയൊരു അനുഗ്രഹ പദവിയാണ്. നമ്മൾ ദൈവത്തെ സ്തുതിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ മഹത്വം, അതായത് ദൈവത്തിൻ്റെ സ്വഭാവം നമ്മൾ അടുത്തറിയും തോറും അതിനെക്കുറിച്ച് നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി പറയാൻ തുടങ്ങുമ്പം അതേ സ്വഭാവം നമ്മളിലേക്ക് കടന്നു വരികയാണ്. കാരണം ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും തൻ്റെ സ്വരൂപത്തിനും സൃഷ്ടിച്ചപ്പോൾ ദൈവവും അപ്പനും മക്കളുമായിട്ട് സന്തോഷിക്കുന്നത് പോലെ നമ്മൾ സന്തോഷിക്കാൻ ദൈവം തമ്പുരാൻ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ പാപം വന്നതോടുകൂടി, ദൈവത്തെ മറുത്തതോടുകൂടി ദൈവ സാന്നിധ്യം നഷ്ടപ്പെടാൻ തക്കവണ്ണം നമ്മളിലുള്ള ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മാറിപ്പോയി. എപ്പോൾ ഈ നന്മതിന്മയുടെ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കുന്നുവോ അപ്പോൾ നീ മരിക്കുമെന്നും, അവിടെ വേറൊരു വൃക്ഷമുണ്ട്, ജീവവൃക്ഷമുണ്ട്, അത് ഭക്ഷിച്ചാൽ എന്നും ജീവിക്കാമെന്നും ദൈവം അന്ന് ആദത്തിനോടും ഹവ്വായോടും പറഞ്ഞു. എന്നും ജീവിക്കാൻ സൃഷ്ടിച്ച നമ്മൾ എങ്ങനെയാണ് 70 വയസ്സ്, 50 വയസ്സ്, പിന്നെ ഇപ്പോൾ ചെറുപ്പക്കാർ, പിന്നെ 100 വയസ്സ് വരെ, അല്ലെങ്കിൽ 120 വരെ മാക്സിമം അവിടെ വെച്ച് മരിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? കാരണം നമ്മളിലുള്ള നിത്യമായ ആത്മാവിനെ നമ്മൾ തന്നെ ദൈവത്തോട് മറുത്ത് നിന്നിട്ട് നഷ്ടപ്പെടുത്തി. നമ്മൾ വലിയൊരു അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബം ഉണ്ടെന്ന് വിചാരിക്കും. അവർ തലമുറകളായിട്ട് 5ഉം 6ഉം തലമുറകൾ ദൈവത്തെ വിളിച്ചു കഴിഞ്ഞേച്ച് ദൈവത്തിൽ ആരാധിച്ച് ദൈവത്തെ സ്തുതിച്ച് അനേക അനുഗ്രഹങ്ങൾ ആത്മീകത്തിലും ഭൗമികത്തിലും ദൈവം കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു തലമുറ വന്നിട്ട് ദൈവത്തോട് മറുത്ത് നിൽക്കുകയാണ്.
അപ്പനും അമ്മയ്ക്കും ഈ അനുഗ്രഹങ്ങളെല്ലാം ഉള്ളത് കൈമാറണമെന്ന്, ഈ മകന് കൈമാറണം അല്ലെ മകൾക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവർ മറുത്ത് നിന്നാൽ അവർക്കത് ലഭിക്കത്തില്ല. ആരാണ് പ്രശ്നം? ദൈവമല്ല, അപ്പനും അമ്മയല്ല, മക്കൾ, അവനവൻ തന്നെ. നമുക്കത് വേണ്ട, നമ്മളതിന് കൊടുക്കേണ്ടതായ വില കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം ഉൽപ്പത്തി 49 നമ്മൾ വായിക്കുകയാണെങ്കിൽ യാക്കോബ് തൻ്റെ മക്കളെ എല്ലാം വിളിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ അനുഗ്രഹിക്കുന്നതാണ്. അന്ന് അനുഗ്രഹിച്ചത് ഇന്നും നിലനിൽക്കുന്നു. എത്രയോ വർഷങ്ങൾ, 4000 ചില്ലുവാനും വർഷങ്ങൾക്ക് മുൻപ് ദൈവം അനുഗ്രഹിച്ചത് ഇന്നും നിലനിൽക്കുന്നു എങ്കിൽ നമുക്ക് ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ തന്നെയാണ്. ആ അനുഗ്രഹം ലഭിക്കുവാൻ തക്കവണ്ണം നമുക്ക് ദൈവത്തെ അറിയണം. എൻ്റെ അപ്പനാണ് എനിക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ്. ക്രിസ്തുവിലായവർക്ക് പുതിയ ജീവൻ ലഭിച്ചത് എന്ന് പറയുമ്പം പരിശുദ്ധാത്മാവിനെ തിരിച്ച് ലഭിച്ചവർക്ക് ഏദൻ തോട്ടത്തിലെ അനുഭവം ഈ ഭൂമിയിൽ വെച്ച് തന്നെ ലഭിക്കും. വളരെ വ്യക്തമായിട്ടുള്ള വേദപുസ്തക സത്യത്തിൽ പറയാൻ സാധിക്കും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവനൊരു പുതു സൃഷ്ടിയായി മാറുമ്പോൾ, അവൻ്റെ ജഡം മരിക്കുമ്പോൾ, അതായത് ജഡം മാറിയിട്ട് ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി, ഞാൻ ആരെ എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ, മക്കളെന്ന പദവിയിലേക്ക് വരുമ്പോൾ, ഇന്ന് വരെയും അടിമത്വത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മളെ മക്കളെന്ന പദവിയിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഓടി അപ്പൻ്റെ അടുക്കൽ വന്നിരിക്കാൻ തുടങ്ങും. അവിടുന്നാണ് പിന്നെ ജീവൻ്റെ ഉറവ് ആദ്യമായിട്ട് അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങും. ഇതുവരെ കഷ്ടപ്പെട്ട് നമ്മൾ അധ്വാനിച്ചു, നമ്മൾ പ്രയത്നിച്ചു, ഞാൻ പഠിച്ചു, അല്ല ഞാൻ നേടി, ഞാനത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ ആളുകൾ പറയും. അതിൻ്റെ ഫലം എൻ്റെ മക്കൾക്ക് ഞാൻ ഇട്ടേച്ചു പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഓർക്കണം, അതിനൊന്നും ശാശ്വതമായ അനുഗ്രഹങ്ങളില്ല. പക്ഷേ ആത്മാവിൽ ദൈവത്തിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന അനുഗ്രഹങ്ങൾ എന്നേക്കും നിലനിൽക്കുന്നതാണ്. അപ്പം നമ്മൾ 150 സങ്കീർത്തനത്തിൽ യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ സ്തുതിപ്പീൻ. ദൈവത്തെ മാത്രം സ്തുതിക്കാൻ ദൈവത്തിന് ഇത്ര നിർബന്ധമെന്ന് ചോദിക്കാൻ, അതിന് സിമ്പിളായിട്ട് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്, എൻ്റെ അപ്പനെ എനിക്കറിയാം, എൻ്റെ അമ്മയെ എനിക്കറിയാം. അതിന് പകരം വേറൊരാളെ കൊണ്ടുവച്ച് എന്നൊക്കെ പൂജിച്ചാലും എനിക്ക് എൻ്റെ അപ്പനും അമ്മയായിട്ട് മാറത്തില്ല. അതിന് വേറെ ഒരു പ്രൊവിഷൻ ഇവിടെ ഇല്ല. പിന്നെ നമ്മൾ ജീവിക്കാൻ വേണ്ടി പല പ്രോസസ്സും അല്ലെങ്കിൽ പ്രൊസീഡിങ്സും ചെയ്തെന്നിരിക്കും. പക്ഷെ എനിക്ക് എൻ്റെ അപ്പനെയും എൻ്റെ അമ്മയും കഴിഞ്ഞിട്ട്, ഇപ്പം അതിൽ എളുപ്പം പറയുകയാണെങ്കിൽ ഒരപ്പനും അമ്മയ്ക്കും സ്വന്തം മക്കളോടുള്ള സ്നേഹം, ഒരമ്മയ്ക്കൊരു മകനുണ്ടെന്നിരിക്കട്ടെ, ആ മകനോടുള്ള സ്നേഹം വേറെ ആര് ഏതെല്ലാം രൂപത്തിൽ വന്നാലും ആ സ്നേഹം അമ്മ കൊടുക്കത്തില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതുപോലെ തന്നെയാണ് സ്നേഹം, അത്രമാത്രം വിശുദ്ധമായ സ്നേഹം, അത് അഡൾട്ടറേറ്റ് ആകാൻ, അത് മാലിന്യപ്പെടാൻ ദൈവം തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വിശുദ്ധ സ്നേഹത്തിലേക്ക് കടന്നു വരുന്നതിനാണ് നമ്മളെ ദൈവം തമ്പുരാൻ, അത് വിശുദ്ധ സ്നേഹം ലഭിക്കണമെങ്കിൽ ദൈവമക്കളാകണം. അതിലേക്ക് കടന്നു വരാണ് ദൈവം തമ്പുരാൻ നമ്മളെ മാറ്റി വിളിക്കുന്നത് എന്ന് നമുക്ക് ബോധം ഉണ്ടാകണം. അപ്പം യഹോവയെ സ്തുതിപ്പീൻ, സ്തുതിപ്പീൻ, ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ. എവിടെ സ്തുതിക്കണം എന്നാണ് പറയുന്നത്? ആദ്യമേ മന്ദിരത്തിൽ. മന്ദിരത്തിൽ എന്ന് പറയുമ്പം പഴയ നിയമത്തിൽ ദൈവം തമ്പുരാൻ മോശയോട് കൽപ്പിച്ചു, ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവം പറഞ്ഞു, എനിക്ക് എൻ്റെ ജനത്തിൻ്റെ കൂടെ വസിക്കുവാൻ വേണ്ടി ഒരു കൂടാരം പണിയുവീൻ. ഇതാണ് അപ്പൻ പറയുകയാണ്, എനിക്ക് നിങ്ങളുടെ കൂടെ വസിക്കാൻ ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി ഒരു കൂടാരം പണിയാൻ. അങ്ങനെ കൂടാരം പണിയാൻ ആഗ്രഹിക്കുമ്പോൾ മോശയെ വിളിച്ചു മാറ്റിയിട്ട് ദൈവം പറയുകയാണ്, സിനായ് മലയുടെ മുകളിൽ വെച്ച് എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കുകയാണ്. എങ്ങനെയാണത് ചെയ്യേണ്ടത്, എങ്ങനെയാണ് സമാഗമന കൂടാരം ഉണ്ടാക്കേണ്ടത്, അതിൻ്റെ വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലത്ത് എന്തൊക്കെ വെക്കണം, അതിൻ്റെ ഏതെല്ലാം അളവുകൾ, ഏത് മെറ്റീരിയൽസ് ഉപയോഗിക്കണം ഒക്കെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ചേർന്ന് പറഞ്ഞു കൊടുത്തു. വ്യക്തമായിട്ടും അതനുസരിച്ചിട്ടാണ് സമാഗമന കൂടാരം ഉണ്ടാക്കിയത്. അതിവിശുദ്ധ സ്ഥലത്ത് ദൈവത്തിൻ്റെ കൃപാസനം വെച്ചു. ദൈവത്തിൻ്റെ കൃപാസനം എന്ന് പറയുമ്പം വഴിതെറ്റി മാറിപ്പോയ മക്കൾക്ക് ആകെ ആശ്രയം കൃപ മാത്രമാണ്. എന്നാൽ പിന്നെ കൃപാസനത്തിനൂടെ 2-3 പേടകം കൂടെ വെക്കാറുന്നല്ലോ, ചെയ്തില്ല. കൃപാസനം ഒന്ന് മാത്രം.
ആ കൃപാസനത്തിനകത്തെ കൽപ്പനകളും മന്നായും അഹറോൻ്റെ തളിർത്ത വടിയും അങ്ങനെ 2-3 കാര്യങ്ങൾ മാത്രമേ വെച്ചിരുന്നുള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവം ഒരു വഴി മാത്രമാണ് നമുക്ക് തുറന്നു തന്നിരിക്കുക. അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ അവനെ സ്തുതിക്കണമെന്ന് പറയുമ്പോൾ സമാഗമന കൂടാരത്തിൽ ചെന്ന് സ്തുതിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചു. എങ്കിലും പുതിയ നിയമമായപ്പോൾ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമായി മാറുകയാണ്. ആണ് 1 കൊരിന്ത്യർ 3:16 അതുപോലെ തന്നെ 16:9 ഒക്കെ വരുമ്പോഴത്തേക്ക് പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന ആലയമല്ലോ നിൻ്റെ ശരീരം. എൻ്റെ ഈ ഉള്ളിൽ വസിക്കുന്നത് ദൈവാത്മാവാണ് എങ്കിൽ ഈ 150-ാം സങ്കീർത്തനം ചൊല്ലുന്നത് നമുക്ക് പ്രയാസമല്ല. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കീർത്തനമാണിത്. ഈ ദിവസങ്ങളിലെല്ലാം ഈ സങ്കീർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ അടുത്ത ദിവസങ്ങളും സങ്കീർത്തനങ്ങളെക്കുറിച്ച് തന്നെ പറയുന്നതിൻ്റെ ബാക്കി പറയാൻ ആഗ്രഹിക്കുമ്പോൾ ഞാൻ കേൾക്കുന്ന വ്യക്തികളോട് പറയണം, നിങ്ങൾക്ക് അല്പബുദ്ധിയെങ്കിലും ഉണ്ടെങ്കിൽ സങ്കീർത്തനം 150 കാണാതെ പഠിക്കണം. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും. ഞാൻ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഇത് പഠിച്ചു വെച്ച്, നമുക്ക് പണ്ട് പഠിച്ചാണേലും മറന്നുപോകും, പക്ഷെ വീണ്ടും അത് റിഫ്രഷ് ചെയ്ത് രാത്രി കിടക്കുമ്പോഴെല്ലാം ഞാനിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ 150-ാം സങ്കീർത്തനം നോക്കുമ്പോൾ ദൈവം ആദ്യം പറയുന്നത് ദൈവത്തെ അവൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ, ഇത് വിശുദ്ധമാണ്, ബി ഹോളി അസ് ഐ ആം ഹോളി. 150ലേക്ക് കടന്നു വരിക, സങ്കീർത്തനം 150 എടുത്ത് വായിക്കുക. അനുഗ്രഹങ്ങൾ നിറപടിയായിട്ട് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ കടന്നു വരും നിശ്ചയം. നമുക്ക് പ്രാർത്ഥിക്കാം. അനുഗ്രഹം അനുഗ്രഹം അനുഗ്രഹം. ദൈവത്തോടു കൂടെ നിന്ന് അവിശുദ്ധ സ്വഭാവത്തെ പ്രാപിച്ചെടുക്കുക. ദൈവത്വത്തെ ഞങ്ങളിലേക്ക് ആക്കുക. ഈ ലോകത്തിൽ ജീവിക്കുമ്പം പാപം മൂലം, പാപത്തിൻ്റെ അടിമത്വം മൂലം ഞങ്ങളിൽ ദൈവത്തിൻ്റെ അവിശുദ്ധ സ്നേഹം മാറിയിടത്തേക്ക് അതാ നിൻ്റെ ആത്മാവിനെ പകർന്നു തരണമേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുകയാണ്. 150 നീ ഞങ്ങളോട് പറയുന്നു, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയെ സ്തുതിപ്പീൻ. ദൈവത്തിൻ്റെ നന്മകൾ അറിയാതെ എങ്ങനെ സ്തുതിക്കാൻ സാധിക്കും? ഈ ദിവസങ്ങളിൽ ഞങ്ങളെ നിൻ്റെ അടുക്കിലേക്ക് മാടി വിളിക്കുമ്പോൾ അവിടെ വന്ന് വിനയത്തോട് കൂടെ ഇരുന്ന് കർത്താവ് പറയുന്നത് എന്നോടാണ് പറയുന്നത്, എൻ്റെ അന്തരാത്മാവാണ് പറയുന്നത്. എന്ത് വലിയ പ്രശ്നമാണെങ്കിലും യഹോവയെ സ്തുതിച്ച് കർത്താവ് പറയുന്നത് പോലെ അവൻ്റെ ഇഷ്ടപ്രകാരം സ്തോത്രത്തോടും സ്തുതിയോടും കൂടെ അവൻ്റെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ തപ്പോടും കിന്നരത്തോടും കൂടെ തന്ത്രിനാദത്തോടും അത്യുച്ഛനാദത്തോടും കൂടെ കടന്നു വന്ന് നിന്നെ സ്തുതിക്കാൻ നീ ഞങ്ങളോട് ആഹ്വാനം ചെയ്യുമ്പം അത് ഞങ്ങളുടെ നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കി നിൻ്റെ സന്നിധിയിൽ വരുവാൻ ഞങ്ങൾക്ക് അല്പസമയം തരണമേ. ഈ സെറ്റപ്പാട്ടിലോട് എന്നിലേക്ക് ഞങ്ങളെ മാറ്റി നിർത്തണമേ. രാവിലെ തോറും നിൻ്റെ നന്മകളെ കണ്ടിട്ട് രാത്രിയിൽ നിൻ്റെ വിശ്വസ്തതയെ വിളിച്ചു പറയുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുവാൻ തക്കണം ഞങ്ങളുടെ ആത്മാവിനെ ഉണർത്തിയതിന് നന്ദി പറയുന്നു. ഞങ്ങളെ തന്നെയല്ല, അനേക മക്കൾ ഇത് കേൾക്കട്ടെ അപ്പച്ച. ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, ഞങ്ങളുടെ കൂടെ പ്രാർത്ഥിക്കുന്നവർ, അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നവർ, ഞങ്ങളൊക്കെ ശത്രുക്കളായി നിൽക്കുന്നവരുടെ മേലും നിൻ്റെ ആത്മാവിനെ അയച്ചുകൊണ്ടേയിരിക്കണമേ. നാഥ, നീ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം, ഞങ്ങളെ അനുഗ്രഹിക്കാൻ നീ ഓടി വരുന്നത് ഒരു ദൈവമാകിയാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ 2 കൈയും നീട്ടി നാഥൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുത്ത് മറ്റുള്ളവർക്കൂടെ കൊടുക്കുവാൻ ഞങ്ങളെ പഠിപ്പിച്ചാട്ട്. പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് അനുഗ്രഹം തന്നിരിക്കുന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.